ക്രിസ്തുവിൻ്റെ നല്ല ഭടൻ. 2 തിമോഥെയോസ് 2-ാം അധ്യായം 3-ാം വാക്യം. ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ ജീവിതത്തെ സൈനിക ജീവിതത്തോട് ഉപമിക്കുന്നു. കാരണം ആത്മീയ ജീവിതത്തിൽ ശത്രുവുണ്ട്, പോരാട്ടമുണ്ട്, കഷ്ടമുണ്ട്, ജയമുണ്ട്. ആയതിനാൽ ക്രിസ്തുവിനെ പിന്തുടരുന്നത് സുഖസഞ്ചാരമല്ല, ആത്മീയ യുദ്ധമാണ്. ഒരു നല്ല ഭടനായി കർത്താവിനായി കഷ്ടം സഹിപ്പാൻ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ ആഹ്വാനം ചെയ്യുന്നു. കഷ്ടം സഹിപ്പാൻ തയ്യാറുള്ളവനാണ് ഒരു നല്ല ഭടൻ. സുഖം മാത്രം അന്വേഷിക്കാതെ, ബുദ്ധിമുട്ട് വന്നാൽ ഓടി മാറാതെ, ദൗത്യം ഉപേക്ഷിക്കാത്തവരാണ് നല്ല ഭടന്മാർ. ഒരു നല്ല ഭടൻ സ്വന്തം ഇഷ്ടത്തിനല്ല, യജമാനൻ്റെ ആജ്ഞയ്ക്ക് കീഴിലാണ്. 2 തിമോഥെയോസ് 2-ാം അധ്യായം 1-ാം വാക്യം. ഒരു നല്ല ഭടൻ തൻ്റെ ശക്തി കണ്ടെത്തുന്നത് തൻ്റെ ബുദ്ധിയിൽ നിന്നല്ല, ക്രിസ്തു യേശുവിൻ്റെ കൃപയിൽ നിന്നാണ്. അവർ സത്യത്തിനു വേണ്ടി നിൽക്കുവാനും അവസാനം വരെ വിശ്വസ്തരായിരിക്കാനും ദൈവം ആഗ്രഹിക്കുന്നു. വിജയത്തിൻ്റെ കിരീടം പോരാട്ടം ഒഴിവാക്കിയവർക്കല്ല, നല്ല ഭടന്മാർക്കാണ്. പ്രിയമുള്ളവരെ, എന്തൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ഒരു നല്ല ഭടൻ തൻ്റെ വിളിയെ മറക്കുകയില്ല.